നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടാളിയിൽ അദാനി കമ്പനിയുടെ വാതകം ചോർന്ന് വൻ അപകടം ഒഴിവായി. ആവേശമായി കലാശക്കൊട്ട്, ഇനി നിശബ്ദ പ്രചാരണം. പാലക്കാട് ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. മുഖ്യമന്ത്രി വിമർശിച്ചത് മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ രാഷ്ട്രീയ നിലപാടിനെ. എം വി ഗോവിന്ദൻ. ശബരിമല തീർത്ഥാടനം 3 കേന്ദ്രങ്ങളിൽ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം. ഊർജ വ്യവസായത്തിലെ ലോക പ്രശസ്ത കമ്പനി NOV ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങി. മുനമ്പം വിഷയം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ആർച്ച് ബിഷപ്പുമായി ചർച്ച നടത്തി. പരിഷത്ത് വിദ്യാഭ്യാസ ജാഥ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കൂടാളിയിൽ അദാനി കമ്പനിയുടെ വാതകം ചോർന്നു വൻ അപകടം ഒഴിവായി. കൂടാളിയിൽ ചക്കരക്കൽ റോഡിലെ കണ്ണൻകുന്നിലാണ് സംഭവം. വാഹനങ്ങളിൽ നിറക്കാനുള്ള വാതകവുമായി വണ്ടിയിൽ കൊണ്ടുപോകുന്നതിനിടെ ഒരു സിലിണ്ടറിന്റെ വാൾവിലെ ലീക്കാണ് വാതകം ചോരാൻ കാരണം. ഉഗ്രശബ്ദത്തോടെ വാതകം ലീക്കായതോടെ പ്രദേശവാസികളെ ഭീതിയിലായി. ഗ്യാസ് വിതരണം ചെയ്യുന്ന സബ് സെന്ററിന്റെ അടുത്ത് തന്നെയായിരുന്നു സംഭവം. ഉടൻ ടെക്നീഷ്യന്മാരെത്തി പ്രശ്നം പരിഹരിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാരെത്തി കമ്പനി ജീവനക്കാരുമായി സംസാരിച്ചു. സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വാനോളം ആവേശമുണർത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് അവസാനം. കലാശക്കൊട്ടോടെയാണ് 3 മുന്നണികളുടെ പരസ്യ പ്രചാരണം അവസാനിച്ചത്. സ്ഥാനാർത്ഥികളും നേതാക്കളും അണിനിരന്ന വമ്പൻ റോഡ് ഷോയിൽ പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി. ചൊവ്വാഴ്ചത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം ബുധനാഴ്ച പാലക്കാട്ടെ ജനങ്ങൾ വിധിയെഴുതാൻ പോളിംഗ് ബൂത്തുകളിലേക്കെത്തും. 3 മുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട്ട് അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും നടൻ രമേശ് പിഷാരടിയും റോഡ് ഷോയ്ക്കും കൊട്ടിക്കലാശത്തിനുമെത്തി. നീല ട്രോളി ബാഗുമായാണ് രാഹുലും പ്രവർത്തകരും കൊട്ടിക്കലാശത്തിനെത്തിയത്. LDF സ്ഥാനാർത്ഥി P സരിനൊപ്പം മന്ത്രി MB രാജേഷ് MPയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമായ AR റഹീം, V വസീഫ് എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും എത്തിയിരുന്നു. ശനിയാഴ്ചയാണ് ഫലപ്രഖ്യാപനം. ഈ മാസം 13-ന് നിശ്ചയിച്ച വോട്ടെടുപ്പ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ 20-ലേക്ക് മാറ്റുകയായിരുന്നു. ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഒരുക്കി ദേവസ്വം ബോർഡ്. പമ്പയിൽ, മണപ്പുറം, എരുമേലി, വണ്ടിപ്പെരിയാർ സത്രം എന്നിവിടങ്ങളിലാണ് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുള്ളത്. ആധാർ കാർഡുമായി ഈ കേന്ദ്രങ്ങളിലെത്തിയാൽ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് വെർച്വൽ ക്യൂവിന്റെ അതേ നടപടിക്രമങ്ങളിലൂടെ ബുക്കിംഗ് നടത്താം. പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടകർക്ക് വണ്ടിപ്പെരിയാറിലുള്ള സത്രത്തിലെ തത്സമയ ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയും. നിലവിൽ ഒരു ദിവസം 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നൽകുന്നത്. കൂടാതെ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താനാകും. നിലവിൽ ശബരിമലയിലെത്തുന്ന എല്ലാവർക്കും ദർശന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർ എത്തുമ്പോൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി, വെർച്വൽ ക്യൂ ബുക്കിംഗിന് ലഭിക്കുന്ന സ്ലിപ്പ് അല്ലെങ്കിൽ ഫോണിൽ അതിന്റെ PDF എന്നിവ കരുതണം. ആഗോള ഊർജ വ്യവസായത്തിലെ പ്രധാന സാങ്കേതിക വിദ്യാദാതാക്കളായ NOVയുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങി. എണ്ണ, വാതക മേഖലയിൽ കാര്യക്ഷമത, സുരക്ഷിതത്വം, പാരിസ്ഥിതിക സന്തുലനം എന്നിവ ലക്ഷ്യമിട്ട് ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ബഹുരാഷ്ട്ര കമ്പനിയാണ് NOV. കൊച്ചി ഇൻഫോ പാർക്കിലെ ലുലു ടവർ 2-ൽ പ്രവർത്തനം തുടങ്ങിയ NOV ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന നൈപുണ്യ മികവുള്ള കേരളത്തിന്റെ വ്യവസായ പാരിസ്ഥിതിക അന്തരീക്ഷം ലോകോത്തരമാണെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ P രാജീവ് പറഞ്ഞു. ഊർജ മേഖലയിൽ നൂതനത്വവും മികവും ഉറപ്പുവരുത്തുന്ന ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ എന്ന നിലയിൽ കൊച്ചി കേന്ദ്രത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് NOV ഡിജിറ്റൽ ടെക്നോളജി സർവീസസ് ഡയറക്ടർ സ്റ്റാലി ജോർഡൻ പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച പ്രതിഭകളെ ഉപയോഗപ്പെടുത്താൻ പുതിയ സെന്റർ സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സെന്റർ, കോർപ്പറേറ്റ് ഡിജിറ്റൽ സർവീസസ്, കസ്റ്റമർ സപ്പോർട്ട് സെന്റർ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളിൽ ശ്രദ്ധയൂന്നിയാവും കൊച്ചി കേന്ദ്രം പ്രവർത്തിക്കുക. NOV ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം ലക്ഷ്യമിട്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക, സ്ഥാപനത്തിന്റെ ആഭ്യന്തര ഡിജിറ്റൽ പ്രവർത്തനം സുഗമമാക്കുക, ആഗോള ഉപഭോക്തൃ സേവനം വിപുലപ്പെടുത്തുക എന്നിവയാണ് കൊച്ചി കേന്ദ്രം വഴി NOV ലക്ഷ്യമിടുന്നത്. 1862-ൽ രൂപീകൃതമായ NOV 52 രാജ്യങ്ങളിലായി 552 കേന്ദ്രങ്ങളിൽ സാന്നിധ്യമുള്ള ബഹുരാഷ്ട്ര കമ്പനിയാണ്.
പാരമ്പര്യേതര ആഴക്കടൽ എണ്ണവാതക ഖനനത്തിനായി ആധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും മുൻനിരയിലുള്ള കമ്പനിയുമാണ്. ലോകോത്തര കമ്പനികൾ കേരളം പ്രവർത്തന കേന്ദ്രമാക്കുന്നതിലെ മറ്റൊരു ഉദാഹരണമാണ് NOV എന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ രാഷ്ട്രീയ വിമർശനം ലീഗ് വർഗീയവൽക്കരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയന്റെ പരാമർശത്തിൽ തെറ്റായ പദപ്രയോഗങ്ങളോ വിമർശനത്തിന് വിധേയപ്പെടുത്തേണ്ടത് ഒന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചാൽ വിവരമറിയും എന്നാണ് ലീഗിൽ തന്നെയുള്ള ചിലർ പറഞ്ഞത്. മതവികാരം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് ലീഗിന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെപ്പറ്റി പറഞ്ഞാൽ വർഗീയമായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മതവികാരത്തെ ആളിക്കത്തിക്കുന്നതിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ഒപ്പം ചേർന്ന് ലീഗ് നടത്തുന്ന പ്രവർത്തനം മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണം. MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥകൾ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ചൊവ്വാഴ്ച കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. തിങ്കളാഴ്ച ഒന്നാം ജാഥ മട്ടന്നൂർ ടൗണിൽ നിന്നാരംഭിച്ച് കൂത്തുപറമ്പ് ടൗൺ, ചിറ്റാരിപ്പറമ്പ് GHSS, പേരാവൂർ ടൗൺ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കേളകത്ത് സമാപിച്ചു. കേന്ദ്രങ്ങളിൽ വൈസ് ക്യാപ്റ്റൻ VV ശ്രീനിവാസൻ, മാനേജർ K വിനോദ് കുമാർ, TS സജീവൻ, KP പ്രദീപ് കുമാർ, ധന്യാറാം, ഡോക്ടർ MV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. KP രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗായക സംഘവും ജാഥയെ അനുഗമിച്ചു. രണ്ടാം ജാഥ മുഴപ്പിലങ്ങാട് കുളമ്പസാറിൽ നിന്ന് തുടങ്ങി ചെറുക്കുനി ടൗൺ, തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ്, പാനൂർ ടൗൺ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മൊകേരി പാത്തിപ്പാലത്ത് സമാപിച്ചു. വൈസ് ക്യാപ്റ്റൻ P സുരേഷ് ബാബു, മാനേജർ PK സുധാകരൻ, PV ദിവാകരൻ, KR അശോകൻ, രമേശൻ കടൂർ, PV ജയശ്രീ, MA ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇരു ജാഥകളും കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. ജയിൽ ജീവനക്കാരുടെ ഉത്തരമേഖല സ്പോർട്സ് മീറ്റ് 21 മുതൽ. ജയിൽ ജീവനക്കാരുടെ രണ്ടാമത് ഉത്തരമേഖല സ്പോർട്സ് മീറ്റ് നവംബർ 21 മുതൽ 23 വരെ കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിലെ 500ഓളം ജീവനക്കാർ മീറ്റിൽ പങ്കെടുക്കും. ജയിൽ ജീവനക്കാർക്ക് ആരോഗ്യമുള്ള മനസ്സും ശരീരവും വാർത്തെടുക്കുക എന്നതാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഉദ്ദേശം. ഗജ്ജു ആണ് മേളയുടെ ഭാഗ്യചിഹ്നം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ച ആനയെ പ്രതീകമായി അവതരിപ്പിച്ച് ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഭാഗ്യചിഹ്നം രൂപപ്പെടുത്തിയത്. കണ്ണൂർ സെൻട്രൽ പ്രിസണിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ AK ഷിനോജ് ആണ് ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത്. സിനിമാ താരം നിഖിൽ വിമൽ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. തവനൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് V ജയകുമാർ, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K വേണു, റീജിയണൽ വെൽഫെയർ ഓഫീസർ K ശിവപ്രസാദ്, അസിസ്റ്റന്റ് സൂപ്രണ്ട് PT സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ഉത്തരമേഖല പ്രിസൺ മീറ്റിംഗിലെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം 20-ന് വൈകുന്നേരം 4-ന് ജയിൽ നോർത്ത് സോൺ DIG B സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ജയിൽ ജീവനക്കാരുടെ കായികമേളയ്ക്ക് മുന്നോടിയായാണ് മേഖലാ കായികമേള നടക്കുന്നത്. ജില്ലാ യുവ ഉത്സവ് നവംബർ 22-ന്. മൈ ഭാരത് നെഹ്റു യുവ കേന്ദ്ര കണ്ണൂർ എന്നിവ തോട്ടട SN കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന യുവ ഉത്സവ് ജില്ലാതല പരിപാടി നവംബർ 22-ന് തോട്ടട SN കോളേജിൽ നടത്തുന്നു. 15-നും 25-നും ഇടയിൽ പ്രായമുള്ള കണ്ണൂർ ജില്ലക്കാരായ യുവതി യുവാക്കൾക്ക് മത്സരങ്ങൾ പങ്കെടുക്കാം. പ്രസംഗ മത്സരം, കവിതാരചന, പെയിന്റിംഗ്, മൊബൈൽ ഫോട്ടോഗ്രാഫി, നാടോടി നൃത്തം, സയൻസ് മേള എന്നിവയാണ് മത്സര ഇനങ്ങൾ. ഒരാൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സ്മൈൽ 2025 പഠന സഹായി പ്രകാശനം ചെയ്തു. SSLC, ഹയർ സെക്കൻഡറി, VHSC സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പഠന സഹായി സ്മൈൽ 2025 പ്രകാശനവും ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ മാർക്കും നേടിയ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. മുൻ വർഷങ്ങളിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലങ്ങൾ വിശകലനം ചെയ്ത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഭാഗങ്ങളിലായി 10 വിഷയങ്ങളിലും 10ാം ക്ലാസ്സിൽ IT ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിലുമാണ് ഈ പഠന സഹായി തയ്യാറാക്കിയത്. ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ഡയറ്റിന്റെ അക്കാദമിക സഹായത്തോടെയാണ് സ്മൈൽ 2025 തയ്യാറാക്കിയത്. ജില്ലയിലെ SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിജയശതമാനം മികച്ച രീതിയിൽ ഉയർത്തുകയാണ് ലക്ഷ്യം. വിവിധ വിഷയങ്ങളിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് നിശ്ചിത സമയക്രമത്തിനകം ഈ വർധന പാക്കേജ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലയിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച അധ്യാപകരാണ് ഈ പ്രവർത്തന പാക്കേജ് തയ്യാറാക്കിയത്. സാനിയ K രാജേഷ്, അനാമിക മനോജ്, ഗോപിക GJ, ശ്രീനന്ദ N,
കൃഷ്ണ എ എന്നിവർക്കാണ് ഹയർ സെക്കൻഡറി മുഴുവൻ മാർക്കും നേടിയതിന് ഉപഹാരം സമ്മാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സർള, വികസന സ്ഥിര സമിതി ചെയർപേഴ്സൺ UP ശോഭ, സെക്രട്ടറി ടൈനി സൂസൻ ജോൺ, ജില്ലാ വികസന വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി, ഹയർ സെക്കൻഡറി RDDR രാജേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് VHC അസിസ്റ്റന്റ് ഡയറക്ടർ GR ഉദയകുമാരി എന്നിവർ സംസാരിച്ചു. വനിതാ കമ്മീഷൻ അദാലത്തിൽ 13 പരാതികൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ പരിഗണിച്ച 66 പരാതികൾ 13 തീർപ്പാക്കി. 5 പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിങ്ങിനായി അയച്ചു. 2 പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിങ്ങിനായി, മറ്റ് 2 ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനായും അയച്ചു. 44 പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജാഗ്രതാ സമിതികളുടെ ശക്തിപ്പെടുത്തണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷുമ പറഞ്ഞു. സ്വത്ത് തർക്കം, വഴി തർക്കം, സാമ്പത്തിക തർക്കം പോലുള്ള കേസുകളാണ് കൂടുതലും അദാലത്തിൽ വരുന്നത്. ഇവ പരിഹരിക്കുവാൻ ജാഗ്രതാ സമിതികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നത് കമ്മീഷൻ തുടരും. കൗൺസിലിംഗിൽ പങ്കെടുത്ത മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാനാവുമെന്ന് നിർബന്ധമാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മഴവിൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ്. മഴവിൽ അഴീക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും തമ്മിൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തമ്മിൽ മത്സരം നടത്തുന്നതിന് ശേഷം മണ്ഡലതലത്തിൽ മത്സരം നടക്കും. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഫുട്ബോൾ നൽകിയിരുന്നു. പഞ്ചായത്ത് തലത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ മത്സരിച്ച് ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു ടീമിനെ മണ്ഡല തലത്തിലേക്ക് തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുത്ത പഞ്ചായത്ത് തല ടീമുകൾ തമ്മിൽ മണ്ഡലത്തിൽ മത്സരം സംഘടിപ്പിക്കും. പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകും. നവംബർ 19 മുതൽ 25 വരെ പഞ്ചായത്ത് തലത്തിൽ മത്സരം നടത്തി പൂർത്തിയാക്കി 25 മുതൽ മണ്ഡലതല മത്സരം ആരംഭിക്കും. പഞ്ചായത്ത് തല മത്സരത്തിലെ വിജയിക്ക് പഞ്ചായത്ത് കപ്പും മണ്ഡലതല വിജയിക്ക് മണ്ഡല കപ്പും നൽകും. വരുന്ന വർഷങ്ങളിൽ കൂടുതൽ സ്കൂൾ മത്സരങ്ങൾ സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നതെന്ന് KV സുമേഷ് MLA പറഞ്ഞു.